എന്തായി? ഓക്കെ വന്നല്ല. അപ്പോ എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്നാ ശരി, വലിയ ഉപകാരം കേട്ടോ. എന്നാ പിന്നെ ശരി, നമ്മളെ ഇലക്ട്രീഷ്യനെ വിളിച്ച് കാണിച്ചായിരുന്നു. അപ്പഴാ പറഞ്ഞ ബോർഡിലൊന്നും അറിയിക്കാം, മീറ്ററിലെ ആയതുകൊണ്ടേ. അതിൽ നിറച്ച് കടന്നലാണ് ആ മീറ്റർ ബോക്സിന്റെ അകത്തെ കുത്തിയാനെ കണ്ടിൽ തൂത്തിയാനെ. അയ്യോ, പക്ഷെ അത് സാർ അത് കറക്റ്റ് ചെയ്തത്. അപ്പൊ ശരി, വലിയ ഉപകാരമായി. അപ്പൊ ഞങ്ങള് പോയിക്കോട്ടെ. ശരി ശരി. അല്ല അല്ല അവിടുന്നേ പോസ്റ്റിലൊക്കെ കയറി കൊറേ പണിയുണ്ടായത്. എന്താ അറിയാട്ടാ, നമ്മളെ കേട് ഇവിടെ തന്നെ ആയിരുന്നു. പക്ഷെ നമ്മളത് എവിടെയാണെന്നുള്ളത് നോക്കാൻ വേണ്ടിട്ട് ഇപ്പൊ അവിടെ പുറത്ത് അവിടെ ഒരു പോസ്റ്റിന്റെ മുകളിൽ കയറി, പിന്നെ അതിന്റെ തൊട്ട് അപ്പുറത്തെ വേറൊരു പോസ്റ്റിൽ കയറി. അപ്പൊ അങ്ങനെ അങ്ങനെ കുറെ പണികളൊക്കെ ചെയ്ത് പിന്നെ ലൈനൊക്കെ ഇങ്ങനെ ഓരോന്ന് നോക്കി 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 വന്നിട്ടാണ് ഇപ്പൊ നമ്മൾ ഇവിടെ ഇത് കണ്ടുപിടിച്ചത്. ഈ ടെക്നോളജി ഇപ്പോഴും ഈ ബോർഡിലേ ഉള്ളൊരു മാറ്റമില്ലാത്ത ഭയങ്കര ജോലിയായി. ബാക്കിയെല്ലാം കമ്പ്യൂട്ടർ ആക്കി. ഇപ്പൊ ലൈൻമാന്മാര് മാത്രമേ മനുഷ്യരായിട്ടുള്ളൂ. അപ്പൊ ഞങ്ങള് വലിയ ഉപകാരം. അല്ല ഞങ്ങൾ ഇനി വരൂല, ആ വഴി പോകും. അറിയില്ലേ ആ വഴി? അവിടുന്ന് ഇടത്തോട്ട് കയറി അങ്ങ് റോഡിൽ കയറാം. വഴി അറിയാ. എന്താ വേണ്ട? അല്ല എന്തെങ്കിലും ഒരു എന്നത് ഇത് 100 ഉള്ളൂ. 100 രൂപ ഇപ്പൊ ഞങ്ങള് രണ്ടുപേരും കൂടെ വീതിച്ചു കഴിയുമ്പോ ഇത് എനിക്ക് ചെയ്യാവുന്ന പണിയേ ഉള്ളായിരുന്നു. അന്ന് അങ്ങോട്ട് ചെയ്യായിരുന്നില്ല, പിന്നെ ഞങ്ങളെ വിളിച്ച കറണ്ടല്ലേ? അപ്പൊ അതാണ് ചേട്ടാ, ഇതെന്താ അറിയാമോ, ജീവൻ പണയം വെച്ചിട്ടുള്ള പരിപാടിയാണ്, മനസ്സിലായില്ലേ? അപ്പൊ ഞങ്ങൾ ഈ 500 രൂപയിൽ കുറഞ്ഞിട്ട് വാങ്ങിക്കാറില്ല. അതാണ്. ഒരു കാര്യം ചെയ്യും, ഞാൻ അങ്ങോട്ട് വരുമ്പം തരാം. ഇപ്പൊ എന്റെ ഒന്നും ഇല്ലാഞ്ഞിട്ടാ. സാറിനൊക്കെ ബുദ്ധിമുട്ടാവില്ല ഇനി അവിടെ വരെ അന്വേഷിച്ചു. ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഞാൻ എപ്പോഴും അതിനോട് ഇരുന്നില്ലേ, ഞാൻ വരുമ്പം തരാം. അല്ല 100 രൂപ മേടിക്കാറില്ല ഇപ്പൊ. എന്നെ വിശ്വാസം ഇല്ലയൊന്ന്, ഞാൻ വരും. ഇനിയിപ്പോ വിളിക്കുമ്പോ നമ്മള് പെട്ടെന്ന് വരണ്ടേ? പെട്ടെന്ന് ഇനിയും വരണല്ലോ. ഈ ക്രിക്കറ്റ് കളി ഉണ്ടായത് കൊണ്ടേ അത് കാണണമായിരുന്നു, അതുകൊണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ല, ഞാൻ എന്തായാലും തരാം, പൈസ തരാം. ശരി ശരി ശരി. ഓക്കെ. എല്ലാവരും ഔട്ടായിന്നാ തോന്നണം. അയ്യോ, കറണ്ട് പോയായിരുന്നു. നല്ലത്. വലിയ ഉപകാരം. ഇതില് പോ, ഇതുവഴി അങ്ങ് ഇറങ്ങാം. ശരി. ഇതല്ല വഴി. ഓ പറഞ്ഞാന്നായി. ഈ പൈസ തിരിച്ചു കൊടുക്കണോ? വേണ്ട വേണ്ട, ഇരിക്കട്ടെ. സർബത്തെങ്കിലും കുടിക്കാവോ? 10 രൂപ വൈക്കൂലി കൊടുക്കണ പോലെ. അതെ, ഇയാളുടെ കൺസ്യൂമർ നമ്പർ ഒന്ന് എഴുതിയിട്ട് തരട്ടാ, ഇനി വിളിച്ചാ വരണ്ടല്ല. എന്തരപ്പളിയല്ലേ? അതെ, രണ്ടാള് എന്തെങ്കിലും ഒരു കൂട്ടി തന്ന എന്താ കുഴപ്പം? അല്ലെന്ന് നമുക്കേ ഈ കമ്പ്യൂട്ടർ വൽക്കരണം വന്നത് വലിയ കുരിശായിട്ടുണ്ട്. ഇത് വന്ന സമയത്ത് അതിനെ എതിർത്തു. പിന്നെപ്പോ ഇപ്പൊ നമ്മൾ ഈ 500 ചോദിച്ചത് അവിടെ കേന്ദ്രത്തിൽ വരെ അറിയും. SMS വിട്ടാ പോരെ ഇപ്പൊ. ഇനിയിപ്പോ ഇവൻ വല്ല തീരുമാനം ഉണ്ടാക്കും. അയാളുണ്ടാവില്ല, അയാളൊരു ക്രിക്കറ്റ് ഭ്രാന്തനാണ്. കറണ്ട് വന്നപ്പോ തന്നെ അയാൾക്ക് സന്തോഷമായി. രാവിലെ തന്നെ കൈനീട്ടം മോശമുള്ള പരിപാടി അല്ലേ? ഇന്നത്തെ കാര്യം ഇനി പോക്കാം, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വേറെ ഏതൊരു വീട് പറഞ്ഞിട്ടുണ്ടായില്ല, നമ്പർ നോക്കിയാ അത് 260. ഓക്കെയാണ്. നമുക്ക് ഈ 56 വയസ്സിൽ റിട്ടയർഡ് ആകുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണോട്ടോ. കനക എന്തുണ്ടാക്കണോ? ഇതുപോലുള്ള തെണ്ടികളല്ലേ ഈ 100 ഉറുപ്പ്യ കിട്ടിയിട്ട് ഏത് കാലത്തുണ്ടാവാനാണ്? അല്ല, വേറെ എന്തെങ്കിലും മാർഗമുണ്ട്, അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്തോട്ട് കൂടി കയറ്റൂല. വെറുതെ വെയിൽ കൊണ്ട് ചാകാന്നേ ഉള്ളൂ. ഇതേ ഇത് 271. 260 അല്ലേ? അത് അവിടെ അവിടെ നിനക്കെന്തോടി ഇത്ര വായിക്കാന്? എനിക്ക് സ്വർണത്തിന്റെ വിലയൊക്കെ അറിയണം. എന്റെ കർത്താവേ, തങ്കം സ്വർണത്തിന്റെ വില നോക്കുന്ന നാട്ടുകാർ കേൾക്കണ്ടേ, ചിരിക്കും. എന്താ തങ്കത്തിന് സ്വർണത്തിന്റെ വില നോക്കാൻ പാടില്ലേ? എന്തായാലും എന്റെ തങ്കത്തോളം ഒരു സ്വർണവും വരില്ല. അതങ്ങ് സുഖിച്ചു കേട്ടോ. ഈ പത്രം തന്നെ ഞാൻ വായിക്കുമല്ലോ. ക്ലീറ്റോ ഈ പേജ് തന്നെ ഈ ബാക്കി വായിര്. റേഷൻ കാർഡ് വിതരണം ഉടൻ തുടങ്ങും. ഇപ്പൊ റേഷൻ കടയുടെ മുമ്പിൽ ആൾക്കാരുടെ കുറേ ബഹളമായിരിക്കും. അഴിമതി സാധ്യതയുള്ള 5 വകുപ്പുകൾ വിജിലൻസ് നിരീക്ഷണത്തിൽ. നന്നായി. അഴിമതി സാധ്യത കാണിക്കുന്ന 5 വകുപ്പുകൾ വിജിലൻസിന്റെ നിരീക്ഷണത്തിൽ. കൊള്ളാലോടി, നിന്റെ ആങ്ങളെ അവിടെ ഒന്ന് സൂക്ഷിച്ചോളാൻ പറ.
അതിനവൻ സൂക്ഷിക്കണം. അഴിമതി കാണിക്കുന്ന 5 വകുപ്പുകൾ വിജിലൻസ് നിരീക്ഷണത്തിലാണ്. അവന്റെ വകുപ്പും ഉണ്ട്, ഇലക്ട്രിസിറ്റി. ഓ, അതാണ് ഇത്ര സന്തോഷം അല്ലേ? അഴിമതിയുടെ കാര്യത്തിൽ നിന്റെ ആങ്ങളെ തീരെ മോശമല്ല. എൻ്റെ ആങ്ങളയുടെ കാര്യം നോക്കിക്കോളും. നിങ്ങൾ കിടന്ന് ഒരുപാട് ടെൻഷൻ അടിക്കണ്ട കേട്ടാ. അവന് അഴിമതി എന്നല്ല ഒരു കാര്യത്തിലും കൊടുക്കാൻ പറ്റൂല. അവനേ ഇങ്ങോട്ട് നോക്ക്, ഹവീൽദാർ വീരഭദ്രൻ നായരുടെ മോനാ, അതോർത്തോ. ഓ അതെ, ഈ പാട്ടൊന്ന് നിർത്താമോ? ഇത് കുറേ കാലം കൊണ്ട് ഞാൻ കേട്ടോണ്ടിരിക്കുക. ഒരു ഹവീൽദാർ വീരഭദ്രനും ഒരു പട്ടാളക്കാരനും ഹരിശ്ചന്ദ്രന്റെ മോനൊന്നും അല്ലല്ലോ. അതെ, ഹരിശ്ചന്ദ്രന്റെ മോൻ തന്നെയാണ്. നിങ്ങൾക്ക് എന്താ നഷ്ടം? ഇങ്ങോട്ട് നോക്കിയേ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവനന്ന് 7ാം ക്ലാസ്സിലാ. അവന്റെ ക്ലാസ് ടീച്ചറിന്റെ 5 പവന്റെ മാല നഷ്ടപ്പെട്ടിട്ട് ഇവന്റെ കയ്യിലാ കിട്ടിയത്. ഒന്നും നോക്കാതെ എന്റെ കൊച്ചുകൊണ്ട് ഏത് ഹെഡ് മാസ്റ്ററുടെ കയ്യിൽ ഏൽപ്പിച്ചു. അന്ന് അവന്റെ പത്രത്തിൽ ഫോട്ടോയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെയാണ് അന്ന് അവന് തിരിച്ചറിവില്ലാത്ത കാലം, സ്വർണവും മാല എന്താണെന്നൊക്കെ. ഇന്നിപ്പോ അതല്ലല്ലോ. ഇന്ന് എല്ലാ ഉടായ്പിന്റെ ആളല്ലേ. പിന്നെ നിങ്ങൾ അത്ര എന്തായാലും വരൂല. പത്രത്തിൽ ഫോട്ടോ വരാനൊക്കെ അധികം സമയമൊന്നും വേണ്ട. അങ്ങനെ വന്നാൽ ഞങ്ങൾ അങ്ങ് സഹിച്ചോളാം. സഹിച്ചേ പറ്റൂ. സഹിക്കും. അല്ലാതെ എന്താണ്? അപ്പൊ ക്ലീറ്റോയെ അന്വേഷിക്കരുത്. വേണ്ട, എലി കരയാണ് ഒച്ച കേൾക്കണത്. ഒരു എലിപ്പെട്ടി മേടിക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ പറ്റിയിട്ടില്ലല്ലോ നിങ്ങളെ കൊണ്ട്. ഓഹോ, ഇവിടെ ഒരു പൂച്ചയെ കൊണ്ടിട്ടിട്ടുണ്ടല്ലോ. പിന്നെ അതിനെന്താണ് പണി? അതെന്തേലും പണിയെടുക്കട്ടെ. പൂച്ച നിങ്ങളെ പോലെ ഒരു പണിയില്ല. നിങ്ങളെപ്പോലെ ഉത്തരവാദിത്തമുള്ള 2 ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഞാൻ ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി പ്രതീക്ഷിച്ചതേ ഇല്ല. KSEB തന്നെ ജോലി ചെയ്യുക, എന്നിട്ട് അതിന്റെ പൊതുമുതൽ കട്ട് വിൽക്കുക, ആ പണം സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക. ഇത് ക്രിമിനൽ കുറ്റമല്ലേ? കന, നിങ്ങൾക്ക് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് വന്നവരാണല്ലോ, ടെസ്റ്റ് എഴുതിയാണല്ലോ ജോലിക്ക് കയറിയത്. ഇത് ഒരു കുറ്റമാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം നിങ്ങൾക്കില്ല? ചെയ്തത് കുറ്റം തന്നെയാണ് സാറേ, പക്ഷെ അത് ചെയ്തു പോയില്ലേ. അതാണ് പറഞ്ഞു വരുന്നത്. ചെയ്തു പോയതിനോട് പ്രായശ്ചിത്തം ചെയ്യണം. ചെയ്ത സാധനം നിങ്ങൾ ഇവിടെ കൊണ്ടുവയ്ക്കണം. സാറേ, അത് തുരുമ്പ് പിടിച്ച് കിടക്കായിരുന്നു. അപ്പൊ പിന്നെ കോപ്പർ തുരുമ്പ് പിടിക്കും. അല്ല, തുരുമ്പ് അല്ല, കനകൻ ഏത് കെമിസ്ട്രി സ്കൂളിലാണ് പഠിച്ചത്? അല്ല, തുരുമ്പ് പിടിച്ചെന്നല്ല, അത് മണ്ണടിച്ചിട്ടേ, മഴ പെയ്തിട്ട് മണ്ണൊക്കെ അതിന്റെ മുകളിലേക്ക് അടിച്ച് ആകെ കറുത്തിരണ്ട് കിടക്കായിരുന്നു. ആവശ്യമില്ലാതെ കിടക്കുകയാണല്ലോ. ആവശ്യമില്ലാതെ കിടക്കുന്ന എന്തെല്ലാം സാധനങ്ങൾ ഇവിടെ ഉണ്ട് കനക? പതുക്കെ അല്ലേ പറ്റുള്ളൂ. പതുക്കെ പതുക്കെ എടുത്ത് വിൽക്കാവുന്നു. അല്ല, കുറെ നാളായി സാറേ അത് അവിടെ നിന്ന് മാറ്റാൻ നമ്മൾ പറയണത്. അവര് മാറ്റിയില്ല. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി മാറ്റിയാണ്. എടുത്ത് മാറ്റി സൂക്ഷിച്ചു വെച്ചതല്ലോ, കൊണ്ടുപോയി വിറ്റതല്ലേ സാറേ. അത് പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നപ്പോ അങ്ങനെ ചെയ്തു. കനകൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഈ ഓഫീസിൽ ജോയിൻ ചെയ്തപ്പോൾ ആദ്യം കനകനെയാണ് ശ്രദ്ധിച്ചത്. മറ്റുള്ളവരോട് ഞാൻ പറയുമായിരുന്നു കനകനെ പോലെ ആക്കണം, കനകനെ മാതൃകയാക്കണം. ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് ഇളയ മോളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് കനകനെ പോലെ ഒരു ഉദ്യോഗസ്ഥനാകാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നാ. ആ കനകൻ തന്നെ ഇത് ചെയ്തപ്പോ. അല്ല സാറേ, അതിന് മാറ്റമൊന്നുമില്ല, അത് കറക്റ്റാ. അപ്പൊ കനകനും ഈ മാതൃകയും ഈ കോപ്പർ മോഷണവും തമ്മിൽ അങ്ങോട്ട് മാച്ചാവുന്നില്ലല്ലോ. അത് മാച്ച് ആവുന്നില്ല. ഞാൻ ഈ ഫാസിലിനോട് പറഞ്ഞതാണ് സാറേ, അത് വേണ്ട, അത് KSEBയുടെ മുതലാണ്, നമ്മൾ അത് എടുക്കുന്നത് വളരെ മോശമാണ്. ഇനി എങ്ങനെയെങ്കിലും നമുക്കത് വേണ്ടാതെ കിടക്കുന്നതാണെങ്കിൽ പോലും നമുക്ക് സാറിനോടൊന്ന് ചോദിച്ചിട്ട് നമുക്ക്. എന്നോട് ചോദിച്ചിട്ട് വിൽക്കാമെന്നോ? അല്ല, എന്നെ കൂടെ പ്രതിയാക്കാം. അല്ല, അങ്ങനെ വേണ്ടാതെ കിടക്കുന്നതാണല്ലോ. അപ്പൊ സാറിന്റെ ഒരു പെർമിഷൻ കിട്ടിയിട്ട് അത് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷെ അത് വേണ്ടാന്ന് പറഞ്ഞു. എന്താ ഇപ്പൊ പ്രേരണാ കുറ്റമാണ് ഫാസിൽ? ഇല്ല സാറേ, നമ്മുടെ ഒരു സ്ഥാപനമാണല്ലോ ഇത്. അപ്പൊ ഒരു ആവശ്യം വന്നപ്പോ അങ്ങനെ സ്ഥാപനത്തിന് തന്നെ ദ്രോഹിക്കാവുന്നു. കൃത്യമായിട്ട് മാസാമാസം ശമ്പളം വാങ്ങിക്കുന്ന ഒരു ഓഫീസ് അല്ലായിരുന്നു ഇത്. സാറേ, ഇന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണം സാറേ, പ്ലീസ്. രക്ഷപ്പെടാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഞാൻ കംപ്ലൈന്റ് കൊടുത്തുപോയി, ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നിങ്ങളാണ് ഇത് എടുത്തതെങ്കിൽ നിങ്ങൾ തന്നെ തിരിച്ചു കൊണ്ടുപോയിക്കുക. ഒരു കാര്യം ഞാൻ ചെയ്യാം, 1-2 കിലോ കുറഞ്ഞാലും വേണ്ടില്ല, നാളെ അവർ ഇൻസ്പെക്ഷൻ വരുമ്പോൾ സാധനം അവിടെ കണ്ടാൽ മതി. സാറേ, ഞാൻ വേറൊരു കാര്യം പറയട്ടെ സാറേ. ഇതിപ്പോ എൻ്റെ പേരിൽ സാറിനൊരു താല്പര്യമുള്ള സ്ഥിതിക്ക് എന്നെ അതിന്ന് പതുക്കേണ്ട ഒഴിവാക്കിയിട്ട് അത് ഫാസിലിന്റെ പേരിലാക്കാൻ പറ്റുമോ? കനക സാറ് ഇവന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് സാറേ സത്യമായിട്ടും എടുത്തത്. എന്നെ ഒഴിവാക്കിയിട്ട് ഇവനെ വേണേ പെടുത്തിക്കോട്ടെ സാറേ. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ രണ്ടുപേരും കൂടെ ആരാണ് പെടുക്കേണ്ടത് ആരാണ് പെടേണ്ടതെന്ന് രണ്ടുപേരുടെയും ദേഹത്ത് എത്ര നാൾ യൂണിഫോം വേണം നിങ്ങൾ തീരുമാനിക്കുക. ഇത് എവിടെ കൊണ്ടുപോയി കൊടുത്ത് എന്ത് ചെയ്തു നിങ്ങൾ? അത് മറ്റേ ആക്രിക്കടയിൽ കൊടുത്താണ്. ആക്രിക്കടയിൽ? ഈ കോപ്പറിന് എന്തൊക്കെ വിലയുണ്ടെന്ന് അറിയാവോ? അയാള് ചോദിച്ചിട്ട് തന്നില്ല, വില തന്നില്ല അയാള്. 2 മണ്ടന്മാരെ KSEB ജോലിക്ക് എടുത്തു. പെട്ടതാണോ പെടുത്തിയതാണോ നിങ്ങൾ തീരുമാനിക്കുക. എന്തായാലും സാധനം നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. നിങ്ങളാണ് അത് അടിച്ചു മാറ്റിയതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സാധനം നാളെ ഇൻസ്പെക്ഷൻ വരുമ്പോൾ അവിടെ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അതല്ല എങ്കിൽ മുമ്പ് നഷ്ടപ്പെട്ട ട്രാൻസ്ഫോമർ കേസും കൂടെ നിങ്ങളുടെ പെടലിക്ക് വീഴാൻ സാധ്യതയുണ്ട്. അല്ല, അതും നിങ്ങളാണോ? അയ്യോ,
ഇത് എന്നെ നോക്കണ എന്താണ്? എന്തിനാണ് അന്നും പറഞ്ഞത് വേണ്ട വേണ്ടെന്ന്? ആ അത് കൊള്ളാൽ ഇപ്പൊ എനിക്കായ കുറ്റം. അത് കൊണ്ടുപോയി വിറ്റിട്ട് അതിലെ മുഴുവൻ പൈസ നീയല്ലേ കൊണ്ടുപോയത്. സാർ എന്നെ പറ്റി പറഞ്ഞു കേട്ടോ നീ? എന്തു പറഞ്ഞു? ഇത്രയും നല്ല ഉദ്യോഗസ്ഥൻ ഈ ഓഫീസിലില്ല. എന്ത്? അയാൾ ഇന്നലെ വന്നല്ലേ ഉള്ളൂ. എനിക്കറിയാലോ അതിന്റെ ഗുണോദ്ധാരം. ഞാൻ പറയണ്ടെന്ന് കരുതിയിട്ടാണ്. നല്ല ഉദ്യോഗസ്ഥൻ. ആകെ നാണക്കടായി. എന്താണ് ഇനി എന്ത് ചെയ്യുന്നു പറ, എങ്ങനെ ഒന്ന് ഊരിപ്പോരും? ഊരി പോരാനല്ലേ സാറ് വിദ്യ പറഞ്ഞു തന്നത്. നമ്മൾ ഇത് കൊണ്ടുപോയി ആക്രിക്കാരന് വിറ്റില്ലേ, അയാളോട് ചെന്നിട്ട് ഒരു വില പറഞ്ഞിട്ട് അത് തിരിച്ചു വാങ്ങണം. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കണം, ആരും അറിയാതെ. ഇല്ലേ പണി പോവും. അയാൾ തന്നില്ലെങ്കിലോ? ഈടാ അയാളുടെ അടുത്ത് നമ്മളല്ല പോയി ചോദിക്കണ. അല്ല നിന്റെ വീട്ടിലൊരുത്തനില്ലേ, ആര്? എടാ നിന്റെ അളിയൻ ക്ലീറ്റസ്, അവനെ നമുക്ക് ഇതിന് ഉപയോഗിക്കാം. അതെ, ജോലി പോയാലും വേണ്ടില്ല, ക്ലീറ്റസിനെ ഇതുമായിട്ട് കൂട്ടി തുടിക്കണ്ട. എടാ കനക, ഞാൻ പറയണേക്ക് തെണ്ടിത്തരം ചെയ്യാൻ ഇതുപോലത്തെ ഒരുത്തൻ കേരളത്തിൽ വേറെ ഉണ്ടാവൂല. നീ ഒന്നും മിണ്ടാണ്ട് എന്റെ ഫാസിലെ വെറുതെ അവനെ ഇതിലേക്ക് ചേർക്കണ്ടെന്നത് ആകെ ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ വഷളാവും. കനക, നമ്മുടെ പണി പോയിട്ട് നീ വീട്ടിൽ പോയി ഇരുന്ന് അവന്റെ തല്ലുകൊണ്ട് നീ ചാകും. അവൻ എന്തേലും കൊടുക്കാന്നൊക്കെ പറഞ്ഞൊന്ന് മയപ്പെടുത്തിയിട്ട് നീ ഈ സാധനം ഒന്ന് മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ പറ. അതേ ഇപ്പൊ വിദ്യയുള്ളൂ, അല്ലെ നമ്മൾ മുഴുവൻ നാറും കുടുംബത്തിലട്ടാ. ഇങ്ങനെ ഇത് ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ മുഖത്ത് നോക്കൂടാ. ഇത് എടുത്ത് വിറ്റപ്പോ ആലോചിക്കാത്ത കാര്യം ഇപ്പൊ ആലോചിച്ചിട്ട് എന്താ കാര്യം? ഇപ്പൊ നമുക്ക് ക്ലീറ്റസേ മാർഗമുള്ളൂ, വേറെ നീ ഒന്നും ചിന്തിക്കണ്ട. ഇതിനൊക്കെ കാരണക്കാരൻ നീയാണ്. ഹാ, ഇതെന്ത് നീയല്ലേ മരുന്ന് മേടിക്കാൻ കാശില്ല അപ്പടി ഇപ്പിടി എന്ന് പറഞ്ഞപ്പോ ഇവിടെ ആർക്കും വേണ്ടാതെ കിടക്കുന്ന സാധനം. ഇപ്പൊ ഇതിന് ആള് വരുമെന്ന് ഞാൻ അറിഞ്ഞ. എന്നവനെ ക്ലീറ്റസിനോട് പറയല്ലേ? ക്ലീറ്റസിനോട് പറയാ, വേറെ ആരാണ് ഈ നേരത്ത് നമ്മളെ സഹായിക്കാൻ? വേറെ ആർക്കും പറ്റൂല. നീ ഒന്നും നോക്കണ്ട, അവനോട് കാല് പിടിച്ച് പറ. മോളെ തക്കളി എന്തേ? അവള് സ്കൂളിൽ പോയി. നീങ്ങ വാ. എന്താടാ അളിയനോ? അളിയാ, ഇതെന്താടാ? ഇത് ഇച്ചിരി പഴം വാങ്ങിച്ചതാ. അയ്യോ, ഞാനിപ്പോ മേടിക്കായിരുന്നില്ല, ഇത് പഴുത്തിട്ടില്ല. അല്ല, ഇത് പഴുത്തതാ, നല്ല നാടൻ പഴാ. എന്നാലും ഞാനിപ്പോനായിരുന്നു എനിക്കിഷ്ടം. ഞാലിപ്പൂവ് നാളെ കാണുമ്പോ വാങ്ങിക്കാം. എന്താ വെപ്പ് തീരൊന്നുമില്ലായിരുന്നു അളിയാ? അല്ല, വെപ്പ് തീരൊന്നുമില്ലായിരുന്നോ ചോദിക്കാ. അല്ല, എന്താണ് അളിയ പതിവില്ലാതെ ഇങ്ങോട്ട്? ഒന്നുമല്ല, ഇതൊക്കെ കളയാളിയാ. മാത്രമല്ല ഇതിൽ ഭയങ്കര വിഷമൊക്കെ അടിക്കുന്നതാണ്. ആണോ? ആ, അതെ, നല്ല ഏത്തപ്പഴം വേണം, 2 എടുത്ത് കഴിക്കും. അല്ല, ഞാനിച്ചിരി വിഷമൊക്കെ കഴിച്ച് ഞാനിന്ന് ഇല്ലാതാവുന്നതാണല്ലോ നിനക്ക് സന്തോഷം. എന്താളിയാ അങ്ങനെയൊക്കെ പറയണത്? ഛേ, 2 ഏത്തപ്പഴമൊക്കെ കഴിക്കും, നല്ലതാണ്, നാടനാണ്. അവിടെ ഇരുന്നോട്ടെ. ആ, അളിയപ്പോ വന്ന കാര്യം എന്താണ്? വന്നത് നീ ആദ്യം ഇവിടെ ഇരുന്നേ. എന്താ സംഗതി? ഒരു കാര്യം കാര്യം അറിയാം, അതെന്താന്ന് ചോദിച്ചേ. അളിയാ, എന്താടാ? എനിക്കൊരു അബദ്ധം പറ്റി അളിയാ. അബദ്ധോ? നിനക്കോ? എന്റെ കർത്താവേ, എല്ലാം തികഞ്ഞ് എന്റെ അളിയന് അബദ്ധം പറ്റിയോ? എന്താ പറ. എന്നെ ഒന്ന് സഹായിക്കണം നീ. അയ്യോ, സഹായിക്കാനൊന്നും ഞാൻ കൊള്ളില്ല. വെറും വൃത്തികെട്ടവൻ, പോങ്ങൻ, ഒന്നിനും കൊള്ളാത്ത പന്നനാണ് ഞാൻ. എന്താ അളിയ എങ്ങനെയൊക്കെ പറയണത്? അളിയ, ഞാൻ എങ്ങനെയാണ് എന്റെ പെങ്ങളെ കാണുന്നത് അതേപോലെ ഞാൻ അളിയനെയും കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ എല്ലാം തുറന്നു പറയുന്നത്. അളിയ, നീ എന്നെ കൂടുതലങ്ങ് സൂചിപ്പിക്കണ്ട, വന്ന കാര്യം പറഞ്ഞാൽ മതി. അതായത് KCB കുറച്ച് കോപ്പർ കാണലുണ്ടേ. കോപ്പറോ? ആ, ഈ ചെമ്പ്, വിലപിടിപ്പുള്ള ചെമ്പ് കമ്പി. കാണാതെ പോയേ? അത് കാണാതെ പോയതല്ല, അത് 2-3 വർഷമായിട്ട് ഇങ്ങനെ തുരുമ്പെടുത്തിട്ട് ഒരു ഓഫീസിന്റെ മൂലയിൽ ഒരു ഭാഗത്ത് കിടക്കുകയായിരുന്നു. അപ്പോൾ ഫാസിൽ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിത് കൊണ്ടുപോയിട്ട് വിൽക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് KCBയുടെ മുതലാണ്, നമ്മൾ എടുത്തു കൊണ്ടുപോയിട്ട് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് മോഷ്ടിക്കുന്ന പോലെ. ആവശ്യമില്ലാതെ കിടക്കുന്ന സാധനമല്ലേടാ? അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല, KCBയുടെ വസ്തുവല്ലേ, നമ്മൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞ. പക്ഷെ അവൻ സമ്മതിച്ചില്ല. അവൻ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോ ഞാനതിൽ അറിയാതെ വീണുപോയി. എന്നിട്ട് ഇപ്പൊ അത് ഓഫീസിൽ അറിഞ്ഞ് AE പിടിച്ച് ഞങ്ങളിപ്പോ സത്യത്തിൽ കള്ളന്മാരായിട്ട്. ചുരുക്കി പറഞ്ഞ മോഷണം അല്ലേ? KCBയിലെ ചെമ്പ് കമ്പിയൊക്കെ മറച്ചു വിറ്റ് അതിപ്പോ അവിടെ എല്ലാരും അറിഞ്ഞു, ഇപ്പൊ കള്ളന്മാരായി അല്ലേ? അല്ല, അതിന് ഇവനെ കുറ്റപ്പെടുത്തണ എന്തിനാ? ഫാസിലല്ലേ ഇതെല്ലാം ചെയ്തത്, നീ അതങ്ങോട്ട് പറ. അത് ഞാൻ പറഞ്ഞു, പക്ഷെ സത്യത്തിൽ ഇപ്പൊ ഞാനും അത് അങ്ങനെ ചെയ്ത പോലെയാണല്ലോ. കള്ളത്തരം കാണിച്ചതിന് കള്ളനായി അല്ലേ? എല്ലാരും വിളിച്ചോ കള്ള കള്ളന്ന്? കള്ള കള്ള എന്നാരെങ്കിലും വിളിച്ചോ നിന്നെ? കള്ള കള്ള കള്ളത്തരം കാണിക്കണം, പിന്നെ കള്ള എന്നല്ല പിന്നെ എന്തോടി വിളിക്കണേ?
എന്താ ക്ലീറ്റോ മനസ്സ് വിഷമിച്ചിരിക്കുമ്പോഴത്തേനും ഇങ്ങനെയൊക്കെ പറയല്ലേ കേട്ടോ. പറഞ്ഞ മാതിരി ഹവീൽദാറിന്റെ മോനല്ലേ, പട്ടാളക്കാരന്റെ മോൻ ഹരിശ്ചന്ദ്രൻ അല്ലേ? റെഡി? അതിപ്പോ ഒരബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റും, നിങ്ങൾക്ക് പറ്റണില്ല അബദ്ധം. അളിയ, അതായത് നാളെ അവര് ഇൻസ്പെക്ഷൻ വരും. ആ സമയത്ത് ഈ കോപ്പർ അവിടെ വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിനൊന്നുമില്ല, അത് ആ സാധനം പോയി എടുത്താൽ മതി. പക്ഷെ എടുത്തൂടെ? അയ്യോ, എനിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അത് നേരെ അവൻ പിന്നെ അവനൊരു സർക്കാർ ഉദ്യോഗസ്ഥന് പഴയ സാധനങ്ങൾ പിറക്കാൻ പോവും. അപ്പൊ ശരിയാ. അപ്പൊ അത് അളിയനൊന്ന് പോയിട്ട് എടുത്തു തരണം. അത്രയുള്ള അത് ക്ലീറ്റോ ചെയ്യും. നിർത്തണേ. ആര് പോയി എടുക്കണം? അല്ല, അളിയൻ പോയിട്ട് അതൊന്ന് എടുത്താ മതി. ഞാൻ അവിടെ പോയി എടുക്കണം അല്ലേ? ഓ, എനിക്ക് സൗകര്യം ഇല്ലെങ്കിലോ? അയ്യോ അങ്ങനെ പറയല അളിയ, പ്ലീസ്. നീ മോഷ്ടിച്ച് വിട്ട മോഷണം വന്നിട്ട് ഞാൻ അവിടെ പോയി എടുത്തോണ്ട് തിരിച്ചു വരണം അല്ലേ? ഞാൻ നിന്റെ കാല് പിടിക്കളിയാ. നീ കാലോട് എടുക്കും. ഞാൻ രാഷ്ട്രീയത്തിൽ ആരാന്നാ നിന്റെ വിചാരം? പാർട്ടിയിൽ പേരും നിലയും വിലയുള്ള ഒരാളായി ഞാൻ. ഓ, ഭയങ്കര നിലയും വിലയാ. ഓ, ക്ലീറ്റോന് ഇപ്പൊ ഇവിടെ ഒരു പണിയില്ല. രാവിലെ പോയി അത് ഇങ്ങോട്ട് പോയി എടുത്തോണ്ട് വന്നാ പോരെ. അവൻ അങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റുമോ? കാണിക്കണ്ട ആക്രി സാധനം പെറക്കിക്കൊണ്ട്. ഞങ്ങളെ കാണിക്കുന്ന തോന്നിയാസത്തില് ഇനി ഞാനും കൂടെ കൂട്ടുന്നു. എന്ത് തോന്നിയാസം? ആവശ്യമില്ലാത്തൊരു സാധനം ആ മൂലക്ക് കിടന്നേച്ച് അവൻ അറിയില്ലായിരുന്നു അത് ആവശ്യമുള്ളതാന്ന്. അവൻ അതെടുത്ത് ആക്രിക്കാരന് കൊടുത്തു. അത്രേ സംഭവിച്ചിട്ടുള്ളൂ. ലക്ഷങ്ങളെല്ലാം കിട്ടിയെങ്കിൽ വേണ്ടിയില്ല. ഇത് ആകെ കിട്ടിയത് 5000 രൂപയാണ്. എത്ര? 5000 രൂപ. ഈ കമ്പിക്കോ? ആ, 5000 രൂപ കിട്ടും. അത് കമ്പിയല്ലേ? ഇത് ഒരിടത്ത് മറിച്ച് കൊടുത്തത്. ഇതുപോലെ നീ എത്ര ആക്രിക്കടയിൽ മറിച്ച് കൊടുത്തിട്ടുണ്ടാ? എന്താ അളി എങ്ങനെയൊക്കെ പറയണത് അളിയ? സത്യം പറ. അയ്യേ, ഞാനെന്താ അങ്ങനെ ചെയ്യുന്ന ആളാണോ? ദേ ഇപ്പൊ അവനെ ക്രോസ് വിസ്താരം ഒന്നും നടത്താൻ നിൽക്കേണ്ട. നിങ്ങൾ അത് പോയി മേടിച്ചോണ്ട് കൊടുക്കും അവന്. അവന്റെ ജോലി ബാധിക്കുന്ന കാര്യം അത്. ഞാൻ പോണല്ലേ? പ്ലീസ് അളിയ, പ്ലീസ്. ഇല്ലെങ്കിൽ എന്താ അറിയോ, എന്റെ ജോലി പോകുക. നിനക്ക് ഞാൻ അളിയനൊന്നും ഇല്ലെങ്കിൽ എനിക്ക് അളിയൻ എന്നുള്ള ഒരു പരിഗണന ഇല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ. ആര് പറഞ്ഞു? എനിക്ക് എന്റെ തങ്കത്തിനെ പോലെ തന്നെയാണല്ലോ അളിയനും. സൂചിപ്പിക്കല്ലേ നീ എന്നെ? അതെ, ക്ലീറ്റോ ഏറ്റതാണ്. ചെയ്തു തരാം. പക്ഷെ എനിക്ക് എന്താ ഗുണം അത് പറ. നിനക്ക് ഞാനൊരു 500 രൂപ തരാം. 500. അതൊന്നും വേണ്ട. അല്ല, 500 രൂപ കൊടുക്കാം. എന്തിന്? 500 രൂപ കൊടുക്കാലോ. ഔദാര്യം അല്ലേ? അല്ല, 500 രൂപ തരാം അളിയാ, പ്ലീസ്. അയ്യോ, അളിയും ബുദ്ധിമുട്ടുണ്ട. വേറെ ആളെ നോക്ക്. സ്ഥലം കാലിയൊക്കെ പോ. പോണേ. ഒരു ഉണങ്ങ ഏത്തപ്പഴം മേടിച്ചോണ്ട് നീ എന്നെ പറ്റി എന്താ വിചാരിച്ച? എന്ന് 1000 രൂപ. 2500. 1000 രൂപ പ്ലീസ്. 2000 രൂപ. ക്ലീറ്റോ കൂടപ്പറപ്പിന്റെ കയ്യിൽ നിന്ന് അതിന് കണക്ക് പറഞ്ഞ് കാശ് മേടിക്കും. ആരാടി കൂടപ്പറപ്പ്? കൂടപ്പറപ്പ് എന്നുള്ള ചിന്ത അവനുണ്ടോ? 2000 രൂപ. ആകെ 2500 രൂപയാണ് എനിക്ക് കിട്ടിയത്. 5000 രൂപ. ഇത് 2500 അവനെടുത്തു, 2500 എനിക്കും. പിന്നെ ഇതിന്ന് ഇനി 2500 2000 രൂപ ഞാൻ എങ്ങനെ തരും? എങ്ങനെ തരും വെച്ചാൽ നീ ഉണ്ടാക്കി തരണം. നിന്റെ മാനം സംരക്ഷിക്കണ്ടേ? വേണ്ടേ? എന്നാ പിന്നെ വേണ്ട, ഞാൻ വേറെ ആരോടെങ്കിലും പറഞ്ഞോളാം. അത് കാര്യം ചെയ്. ഇരിക്ക്. അളിയെന്ന് പറഞ്ഞാൽ എനിക്ക് തള്ളി കളയാൻ പറ്റില്ലല്ലോ. 1000 രൂപ ഞാൻ സമ്മതിച്ചു. ഈ പഴയോടെ ഇരിക്കട്ടെ. ഓ, പൈസ കൊടുക്കും. പൈസ എടുക്കാം. അപ്പൊ എപ്പോ പോവും? അത് പോകുന്ന കാര്യമൊക്കെ എന്റെ സംഭവമല്ലേ, അത് ഞാൻ നോക്കിക്കോളാം. അല്ല, അങ്ങനെയല്ല, എനിക്ക് നാളെ ഓഫീസിൽ കൊടുക്കണ്ടേ? ഞാൻ ഇന്നത് എത്തിച്ചു തന്നാൽ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇന്ന് എത്തിച്ചു തരണം. അല്ല, ഞാനൊരു കാര്യം ചെയ്യട്ടെ. ക്ലീറ്റോ പോയി ചോദിച്ചാൽ അവരങ്ങ് എടുത്തു തരുമോ? അവർക്ക് 5000 രൂപ തന്നില്ലേ, അതിൽ എന്തെങ്കിലും കൂട്ടി കൊടുത്താൽ തന്നെ അവര് തരും. 500 രൂപ കൊടുത്താൽ തന്നെ തരും. 5000 രൂപ തന്നു. 5000 രൂപ അവര് നമുക്ക് തന്നല്ലോ. അപ്പൊ 5000 തിരിച്ചു കൊടുക്കണ്ടേ? വേണം. അപ്പൊ 6000 രൂപ ഞാൻ കൊടുത്താ പോരെ? നീ കൊടുക്കൂലേ? 6000 രൂപ ഞാൻ തരും. എന്നാ കൊടുക്ക്. പൈസ എടുക്കണം. ഇത് 2 എടുത്ത് പുഴുങ്ങി. പച്ച പഴവിന് എന്തിനു മേടിച്ചിട്ടുള്ളത്? പച്ച കള്ളം കാണിക്കണമെന്നല്ലേ പച്ചപ്പഴം മേടിക്കും. നല്ല പഴായിട്ട് എടുത്തോ. ക്ലീറ്റോ, ഇങ്ങ് വന്നേ. നിങ്ങൾ അടുക്കളയിൽ കൂടെ പുറത്തോട്ട് വന്നേ. അവിടെ എന്ത് മലമറിക്കാ നിങ്ങള്? ഇങ്ങോട്ട് വരാൻ. നിനക്ക് പുട്ടല്ലാതെ വേറെ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. ഇല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഞാൻ ഉണ്ടാക്കി, അത്രേ ഉള്ളൂ. ഇച്ചിരി ഉപ്മാവ്. ക്ലീറ്റോ, നിങ്ങളോട് അവൻ കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞിട്ട് പോയതല്ലേ ഇന്നലെ? ഇന്ന് ഈ നേരം വരെയായിട്ട് നിങ്ങൾക്കൊന്ന് അത് പോയി നോക്കാൻ പറ്റിയോ? അതെ, ക്ലീറ്റോ ഒരു കാര്യം ഏറ്റതാ. ആ കാര്യങ്ങളൊക്കെ ഓക്കെയാ. ഇങ്ങനെ നിന്ന് വീമ്പ് പറയാനല്ലാതെ നിങ്ങൾ ഇവിടെ ഇരിക്കല്ലോ, പിന്നെ എങ്ങനെ അത് ഓക്കെ ആവും? എടേ, ഞാൻ നടത്തേണ്ട ഓപ്പറേഷൻസ് എല്ലാം ഈ ഫോണിലൂടെ നടത്തി കഴിഞ്ഞു. ആക്രിക്കടയിലേക്ക് ഒരു ആക്രിയെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. വല്ലരും പറഞ്ഞു വിട്ടിട്ട് കാര്യമുണ്ടോ? ക്ലീറ്റോ പോണ്ടതല്ലേ?
പിന്നെ ഈ ആക്രിക്കടയിൽ കയറി ഇറങ്ങടി എനിക്ക് ഒരു നിലയും വിലയുള്ളതാ. എൻ്റെ ആങ്ങളെ പോലെ വെറും ആക്രിയല്ല ഞാൻ. അവന്റെ ജോലിക്ക് എന്തെങ്കിലും വരട്ടെ. സത്യം പറഞ്ഞാൽ ഇത്തിരി പൈസയുടെ ആവശ്യമായി പോയി. ഇല്ലായിരുന്നെങ്കിൽ ആ വൃത്തിയായിട്ടവൻ ജോലിയൊക്കെ പോയി ഇങ്ങനെ അരഞ്ഞു തിരിഞ്ഞ് ഇവിടെ വന്ന് കുത്തുവാള എടുത്ത് കരഞ്ഞിരിക്കണം. എനിക്കൊന്ന് കാണണമായിരുന്നു. ശത്രുക്കൾ പോലും ഇങ്ങനെ പെരുമാറൂല കേട്ടോ ക്ലീറ്റോ. ഒരാള് നശിക്കുന്ന കാണുമ്പോഴത്തേനും അങ്ങ് ഇരുന്ന് സന്തോഷിക്കുക. വെറുതെ അല്ല നിങ്ങൾ ഗുണം പിടിക്കാത്തത്. നിന്റെ ആങ്ങളെ ഉണ്ടല്ലോ, എൻ്റെ ഏതെല്ലാം വീഴ്ചകളിലാണ് അവൻ ഇവിടെ നിന്ന് സന്തോഷിച്ചിട്ടുള്ളതെന്ന് അറിയാമോ? അതുകൊണ്ട് നീ കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എന്താണെങ്കിലും നിങ്ങൾ അവരോട് കാണിച്ച പോലെ ഒന്നും അവൻ നിങ്ങളോട് കാണിച്ചിട്ടില്ല. ഇല്ലേലും നിനക്ക് ചോറ് ഇവിടെയും കൂറ് അവിടെയാ. അതെ, എന്റെ ആങ്ങളെ അത്. നിന്റെ ആങ്ങ എന്താ കുഴപ്പം? ആങ്ങളെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ ക്ലീറ്റോ. എനിക്ക് അത് തന്നെ പറയാനുള്ളൂ. അവന്റെ പെങ്ങളെ വിളിച്ചിറക്കിക്കൊണ്ട് പോയിട്ട് ഇപ്പൊ വലിയ വർത്താനം പറയണേ. നിന്നെ പോലത്തെ ഇങ്ങനെ ഒരു ചങ്ങാടത്തിന് തലയിൽ ചുമന്നതിന് എനിക്ക് എന്തെങ്കിലും വലിയ അവാർഡ് തരണം. കളിക്കരുത്. പോയതെടുക്കോ? കനക 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 ഒന്നിങ്ങോട്ട് വന്നേ. ഫാസൽ എന്താണ്? അതെ, നമ്മുടെ അമ്മാവനെ പോലീസ് പിടിച്ചോണ്ട് പോയിന്ന്. എന്താന്ന്? അമ്മാവനെ പോലീസ് പിടിച്ചെന്ന്. KCBയുടെ മുമ്പിൽ നിന്ന് കോപ്പറായിട്ടാ പിടിച്ചത്. പോലീസുകാര് പിടിച്ച് തല്ലിയപ്പോ പുള്ളി കുറ്റവും സമ്മതിച്ച്. കരയൊന്നും വേണ്ട, നിനക്ക് കരയൊന്നും വേണ്ട. ഞാൻ പോയി നോക്കാം. കരയണ്ടെന്ന്. ഇങ്ങോട്ട് വന്നേ. അതെ, അപ്പൊ നീ ക്ലീറ്റസിനെ അല്ലേ ഏൽപ്പിച്ചത്? പിന്നെ ക്ലീറ്റസല്ലേ ഏൽപ്പിച്ചത്. പിന്നെ എന്തിനാ അമ്മാവനെ പിടിക്കണത്? എനിക്കറിഞ്ഞൂടാ. എന്തെങ്കിലും ചെയ്യല്ല, അയാൾ അകത്താവും. എന്റെ പൊന്നളിയ, നീ എന്ത് പണിയാ കാണിച്ചത്? നിന്നോട് കോപ്പർ എടുക്കാൻ വേണ്ടിട്ട് പോവാനല്ലേ ഞാൻ പറഞ്ഞത്. നീ കോപ്പർ എടുക്കാൻ വിട്ടത് അറിയുന്നു. ഇപ്പൊ നമ്മളെ അമ്മാവൻ പണിയൊന്നുമില്ലായിരിക്കല്ലേ, അങ്ങനെ ഞാൻ അമ്മാവനെ പറഞ്ഞു വിട്ടു. കണ്ട, എന്നാ അമ്മാവന് പണി കിട്ടി. അമ്മാവനെ പോലീസ് പിടിച്ചിട്ടുണ്ട് ഇപ്പം. അമ്മാവൻ മോഷ്ടിക്കാൻ പോയതല്ലല്ലോ, അമ്മാവൻ പൈസ കൊടുത്തിട്ടല്ലേ അത് മേടിക്കാൻ പോയേ. അത് അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഓഫീസിൽ വെക്കാൻ വന്നപ്പോഴാണ് കൈയോടെ പൊക്കിയത്. അളിയാ, ഞാൻ അളിയനെ രക്ഷിക്കാന്നല്ല ഏറ്റിരുന്നത്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയൊന്നും എനിക്കറിഞ്ഞൂടാ. അമ്മാവനെ നീ പോയി അങ്ങ് രക്ഷിച്ചു. നീ ഇങ്ങോട്ട് മാറിക്കേ. പോക്ക് നോക്ക്. എന്ത് Alien versus Alien.